സതീശനെ ഊളംപാറയിൽ കൊണ്ട് ചികിത്സിക്കണമെന്ന് വെള്ളാപ്പള്ളിയും അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന് സുകുമാരൻ നായരും പറഞ്ഞത് നമ്മൾ കേട്ടു. ഇരു സമുദായങ്ങളും ഐക്യത്തിലെത്തിയിരിക്കുകയാണ്. ഐക്യത്തിന്റെ ആദ്യ കടന്നാക്രമണം സതീശനെതിരെ. കോൺഗ്രസിനെ ഉന്നം വെച്ച് പ്രസ്താവനകൾ. വിശാല ഐക്യ നീക്കം കോൺഗ്രസിനും സതീശനും എതിരല്ല എന്ന് NSS പറയുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലായി നേതാക്കൾ പറഞ്ഞത് കേരളം മുഴുവൻ കേട്ടതാണ്. സതീശനെതിരായ പരാമർശത്തിൽ മറ്റ് നേതാക്കൾ കവചം ഒരുക്കാത്തതാണ് ഇന്ന് കണ്ടത്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നതോടെ ഈ പോര് കൂടുതൽ കടുക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ പുതിയ ഐക്യം കോൺഗ്രസിന് ഹാനികരമാണോ? ഇക്കാര്യത്തെക്കുറിച്ചും ജനം പ്രതികരിക്കുകയാണ്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിലുള്ള ആളുകളോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചത്. അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കാം. സാമുദായിക നേതാക്കളുടെ ഭയപ്പെടുത്തലിൽ VD സതീശനും കൂട്ടരും ഭയപ്പെട്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും സാമുദായിക നേതാക്കൾ കടുത്ത ആരോപണം UDFനെതിരെയും VD സതീശനെതിരെയും ഉന്നയിക്കുന്നു. എങ്ങനെയാണ് ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും പറഞ്ഞാൽ ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. കാരണം ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ ഒരു ഒന്നിച്ചു പോകാന്നുള്ളത്. തിണ്ണിറങ്ങിയ ആൾക്കാർ എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ സമുദായ നേതാക്കന്മാരും അവിടെയും ഇലക്ഷൻ വരവും നിറങ്ങാൻ പോകുന്ന ആൾക്കാരാണ്. ഒറ്റ രാഷ്ട്രീയ പാർട്ടിക്കാരും പോകാതിരിക്കില്ല. എല്ലാവരും പോകുന്ന ആൾക്കാരേ ഉള്ളൂ ഈ ഇലക്ഷൻ വരുമ്പോഴും. അത് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഈ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും അണികൾ മാറുമൊന്നുമില്ല. ഇതൊക്കെ അവർ ഒറ്റക്കെട്ടാണ്. ഇത് കഴിയണവരെ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. എന്തായാലും VD സതീഷിനെതിരെ ഈ വന്നേക്കുന്ന വിമർശനത്തിന് കുഞ്ഞാലിക്കുടി പ്രതികരിച്ചിട്ടുണ്ട്, K മുരളീധരൻ പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സതീഷിന് ഒറ്റപ്പെടില്ല. ശക്തമായി തന്നെ UDF അതിൻ്റെ പിന്നിലുണ്ടാവും. വിമർശനങ്ങളോടൊന്നും യാതൊരു കാര്യമില്ല. ഇപ്പം നിലവിലുള്ള ഭരണത്തോടുള്ളൊരു പ്രതികാരമാണ് ജനങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രകടിപ്പിച്ചത്. നമുക്ക് നമ്മുടെ നാട് നല്ല രീതിയിലാവണം. അതിപ്പോൾ ഏത് പാർട്ടി വന്നാലും, ഇടത് വന്നാലും വലത് വന്നാലും. പിന്നെ പുതിയതായിട്ട് വേറെ ഒന്ന് വരുന്നുണ്ട് BJP. അപ്പോൾ അതിൽ ചിലപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ജനങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോഴാണ് അവരുടെ വിജയം തന്നെ. അല്ലാതെ സാമുദായിക നേതാക്കന്മാരെ പുറകെ പോയിട്ട് ഒരു കാര്യം നടക്കില്ല. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നേതാക്കന്മാർ തീരുമാനിക്കുന്നത് അവനവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അവനവൻ തിന്നിറങ്ങി പോണത്. ഈ നേതാക്കന്മാരെ വാലെ തൂങ്ങി പോണത്. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ജനങ്ങളുടെ ഇടയ്ക്ക് അവർ ഇറങ്ങി വരണം. സാമുദായിക നേതാക്കളുടെ ഭയപ്പെടുത്തലിൽ VD സതീശനടക്കമുള്ളവർക്ക് എന്തു സംഭവിച്ചു എന്നുള്ളതിനേക്കാൾ ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നേതാക്കൾ സാമുദായിക നേതാക്കളെയല്ല ഭയക്കേണ്ടത്, പകരം ജനങ്ങളെയാണ്. സഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.